ഏതാനും ദിവസങ്ങളായി ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ലോകമെമ്പാടും ഉറ്റുനോക്കുകയാണ്. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന്മേൽ ഇസ്രായേൽ ബോംബിംഗ് നടത്തിയതിന് മറുപടിയായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം അങ്ങനെയെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്നായിരുന്നു. അതെ, അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞത് അതുതന്നെയാണ്. ഇറാന്റെ ഏതു നീക്കങ്ങളെയും തടയുവാൻ തങ്ങളുടെ മിലിറ്ററി ടെക്നോളജീസ് ശക്തമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അക്കാര്യം ഏറെക്കുറെ ശരിയുമാണ്. യുടെ ഡിഫൻസ് സപ്പോർട്ടിനെയും ഇസ്രായേലിന്റെ ടെക്നോളജീസിനെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെയും ഒക്കെ മറികടന്ന് ഒരു ആക്രമണം നടത്തുവാൻ ഇറാന്റെ മിലിറ്ററിക്ക് ആവില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ പൊടുന്നനെ തന്നെ തങ്ങളുടെ ഒഫീഷ്യൽസ് വഴി പുതിയൊരു ഭീഷണി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് അല്പം ഗൗരവകരമായ ഒന്നാണ്. ഇസ്രായേൽ ഇറാന്റെ മുന്നിൽ ഇക്കാര്യത്തിൽ ഒരു പരിധിവരെ നിസ്സഹായരുമാണ്. അതെ, ഇറാന്റെ ഭീഷണി എന്തെന്നാൽ ഇവർ ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ എംബസികളെ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എപ്പോ വേണമെങ്കിലും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. നമുക്കറിയാം, മറ്റൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന എംബസികൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഇന്ത്യയുടെ തന്നെ എംബസികൾ USA, ജപ്പാൻ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിലുമുണ്ട്. ഇത്തരത്തിൽ ഇസ്രായേലിന്റെ എംബസികളും വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ഇസ്രായേൽ അല്പം പരിഭ്രാന്തരാണ്. കാരണം തങ്ങളുടെ രാജ്യത്തിനുള്ളിലുള്ളതിനെ ഇവർക്ക് സംരക്ഷിക്കാനാകും, എന്നാൽ രാജ്യത്തിന് വെളിയിൽ മറ്റു രാജ്യങ്ങളിലുള്ള എംബസികളുടെ സെക്യൂരിറ്റിയെ, അതിനുമേലുണ്ടാകാവുന്ന ആക്രമണങ്ങളെ ഇവർക്ക് നിയന്ത്രിക്കുവാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഇസ്രായേൽ പല രാജ്യങ്ങളിലെയും തങ്ങളുടെ എംബസികൾ ഇതിനകം അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇമ്പാക്ട് ഇന്ത്യയിലുള്ള ഇസ്രായേൽ എംബസിയെ ഒരിക്കലും ബാധിക്കില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. മാത്രമല്ല, ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇറാൻ ഒരിക്കലും ഇസ്രായേലിനോടുള്ള പക വീട്ടുവാൻ സാധ്യതയില്ല. ഇക്കാര്യം ഇസ്രായേലിനും ബോധ്യമുള്ളതാണ്. എന്നാലും ഇവർ ഇവിടെ തീർത്തും റിസ്ക് എടുക്കുവാൻ തയ്യാറല്ല. മുൻകാലങ്ങളിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ പല സ്മോൾ സ്കെയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്ന ചരിത്രമുണ്ട്. അതിനാൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന എംബസി മാത്രമല്ല, മുംബൈയിലുള്ള കോൺസുലേറ്റിനെയും ഇവർ അടച്ചുപൂട്ടി കഴിഞ്ഞു. ഇസ്രായേലിനൊപ്പം തന്നെ ഇന്ത്യക്കാർക്കും അല്പം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഒരു എംബസി പൂട്ടിയതിൽ നാം എന്തിനു ദുഃഖിക്കണമെന്ന് നാം വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ ഇസ്രായേൽ എംബസിക്ക് ഇന്ത്യയിലുള്ള സ്വീകാര്യത തന്നെയാണ്. അത് മാൽഡീവ്സ് വിഷയത്തിലാണെങ്കിലും ഈ അടുത്ത് നടന്ന ഇന്ത്യ ഹേറ്റ് ക്യാമ്പയിൻസിലാണെങ്കിലും നാം കണ്ടതാണ്. മാൽഡീവ്സ് ലക്ഷദ്വീപ് വിഷയം കത്തി നിന്നപ്പോൾ നാളെ തന്നെ ലക്ഷദ്വീപുകാർക്കായി ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരു വാട്ടർ ഡീസാലിനേഷൻ, കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ എംബസി ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഏകദേശം 4 മില്യണോളം ആൾക്കാരായിരുന്നു അന്നിത് കണ്ടത്. തിരിച്ചു നാം മിഡിൽ ഈസ്റ്റിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ലെബനോൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ അഗ്രസീവ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, ലെബനോനിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. കഴിഞ്ഞ ദിവസം ഇവർ IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. മൾട്ടി മില്യൺസ് വിലമതിക്കുന്ന ഇസ്രായേലിന്റെ ഡ്രോൺസിനെ വരെ വെടിവെച്ച് വീഴ്ത്തുവാൻ തങ്ങൾ കേപ്പബിൾ ആണെന്ന് അറിയിക്കുവാൻ ഇവർ ഈ വീഡിയോയും പബ്ലിഷ് ചെയ്തിരുന്നു. ഹമാസിനേക്കാൾ വളരെയധികം ശക്തിയുള്ള ഹിസ്ബുള്ളയെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും പിന്നിലൂടെ സഹായിക്കുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ വീണ്ടും അഗ്രസീവ് ആകുന്നത് പ്രശ്നങ്ങളെ വീണ്ടും രൂക്ഷമാക്കിയേക്കാം. എന്നാലും ലോകം മുഴുവൻ ഇവിടേക്ക് സസൂക്ഷ്മം ഉറ്റുനോക്കുന്നതിന്റെ പ്രധാന കാരണം എനർജി നീഡ്സ് തന്നെയാണ്. പെട്രോളിയത്തിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും എല്ലാം വൻ ശേഖരമുള്ള മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സ്മോൾ സ്കെയിൽ വാറെങ്കിലും തുടങ്ങിയാൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില കുതിച്ചുയരും. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളൊന്നും ഇവിടെ ഇനിയൊരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല. ചില ഇസ്രായേൽ മീഡിയാസിൽ വന്ന വാർത്തകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ സീസ് ഫയർ പ്രഖ്യാപിച്ചാൽ ഇറാൻ വീണ്ടും ഒരു ആക്രമണം നടത്തില്ല എന്ന ഒരു ഓഫർ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നുവെന്ന്. ഇതിനുശേഷം ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ ചെറിയ തോതിൽ പിൻവലിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ റീജിയനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഒരു പരിധി വരെ അയവ് വന്നേക്കാം. അഥവാ ഇതേ തുടർന്ന് ഇസ്രായേൽ സമ്പൂർണ്ണ വെടിനിർത്തൽ കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിക്കുവാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റിയുള്ള ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അതോ പുതിയ ഏതെങ്കിലും ഡെവലപ്മെന്റ്സ് റീജിയനെ വീണ്ടും ഒരു ഫുൾ സ്കെയിൽ കോൺഫ്ലിക്റ്റിലേക്ക് തള്ളിവിടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.